മനോരമ ന്യൂസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇന്നലെ വന്ന ഒരു പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഉന്നതനെതിരെ മുൻ നായികയുടെ വെളിപ്പെടുത്തൽ. മോർണിംഗ് എക്സ്പ്രസ് നാളെ രാവിലെ 7-ന്, അതായത് ഇന്ന് രാവിലെ 7-ന് എന്തോ ഒരു ബിഗ് ബ്രേക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ വന്നിരുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു. ഇത് കണ്ടതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കുത്തി എണീറ്റ് ടിവിയുടെ ഫ്രണ്ടിൽ പോയിരിക്കുക. എന്താണ് ബിഗ് ബ്രേക്കിംഗ്? ആരാണ്, ആർക്കെതിരെയാണ് പുതിയ അലിഗേഷൻ? എന്തോ സംഗതി നടക്കാൻ പോകുന്നു, ഏതോ ഒരു വലിയ സ്രാവ് കുടുങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ടിവിയുടെ ഫ്രണ്ടിൽ പോയിരുന്നു. ഒരു തേങ്ങയും കണ്ടില്ല. സത്യം പറയാലോ, ഒരു ബ്രേക്കിങ്ങും നമ്മളെ കണ്ടില്ല. പക്ഷെ ഈ പോസ്റ്റർ ഇപ്പോഴും അവരുടെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നോളം വരെ അവരുടെ അക്കൗണ്ടിൽ ഈ ഒരു പോസ്റ്റർ കിടപ്പുണ്ട്. അക്കാര്യത്തിൽ അവർ മാന്യത കാണിച്ചു, അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്താണെങ്കിലും. പക്ഷെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്തയും നമ്മൾ കണ്ടില്ല. പിന്നെ നടി ചാർമിയുടെ ഇഷ്യൂ ആണെങ്കിൽ, ചാർമിളയുടെ ഇഷ്യൂ ആണെങ്കിൽ അത് ഇന്നലെ തൊട്ട് ഉണ്ട്. ഓൺലൈൻ സ്ട്രീമിലും എല്ലായിടത്തും ഇങ്ങനെ മെയിൻ സ്ട്രീം ചാനൽസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതല്ല. പിന്നെ എന്തോ ഒരു വലിയ ന്യൂസ് പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും കണ്ടില്ല. ആ ന്യൂസ് നിങ്ങൾ ഇടാഞ്ഞത് മേളിൽ നിന്ന് എന്തെങ്കിലും പ്രഷർ വന്നോ? അങ്ങനത്തെ സാധനങ്ങൾ ഇനി ഇടണ്ട, അതെടുത്തങ്ങ് മാറ്റിയേക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും വിളികൾ വന്നത് കൊണ്ടാണോ നിങ്ങൾ ആ സാധനം ഇടാഞ്ഞത്? ഒരു ബ്രേക്കിംഗ് ന്യൂസ് ജനങ്ങൾക്ക് തരാതിരുന്നത്? ചോദ്യങ്ങൾ ഏറെയാണ്. എന്താണെങ്കിലും ഞാനതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. നിങ്ങൾ തന്നെ പറയുക. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി. ഇനി മേളിൽ നിന്നെങ്ങാണ്ടൊരു വിളി വന്നിട്ടുണ്ട്, എടാ മക്കളെ എടുത്ത് മാറ്റിയേക്ക്, അത് ഇട്ട് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ചാനലിൽ നാളെ പണി തരും എന്നുള്ള എന്തെങ്കിലും സാധനം വന്നു കാണും. അതല്ലെങ്കിൽ ആർക്കെതിരെയാണോ ഈ അലിഗേഷൻ വരാനിരുന്നത്, അയാളെ ചിലപ്പോൾ ഈ ചാനലിന്റെ അകത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ അങ്ങ് അറിയിച്ച് കാണുന്നത് ഇങ്ങനെ ഒരു സാധനം നാളെ രാവിലെ പുറത്തേക്ക് വരാൻ പോവുക എന്നാ അറിയിച്ച് കാണും. അതറിഞ്ഞപ്പോഴത്തേക്ക് നേരെ അയാൾ വിളിച്ച് കുറച്ച് കാശ് ഓഫർ ചെയ്ത് കാണും. ചിലപ്പോൾ അത് മേടിച്ചിട്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. നമുക്കൊന്നും അറിയില്ല. നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അഭ്യൂഹങ്ങൾ നമ്മൾ അങ്ങ് പറയുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നാട്ടുകാരെ ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ട് നിങ്ങൾ പറ്റിച്ചു? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ, കൂടുതലൊന്നും ഇല്ല. അപ്പോ ഇനി നടി ചാർമിളയുടെ ഇഷ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് കസ്തൂരി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. This is my personal opinion. I think people like Suresh Gopi sir and today Lalaten are just, whenever they meet the press now, they are avoiding these questions and they are losing their temper. Adi enna agudhu, that is making it look more suspicious. எதுக்கு லாலேட்டன் கிட்ட எதுக்கு உத்தரங்கள் இல்லை? அவர் சொல்லலாமே. He has worked in so many movies with so many stars. He should come out and say, in my movies this has not happened. Why he cannot say that? He should say that. He should stand by all his heroines. He should stand by all his male co-stars. He should say, I know the people who are accused. I can stand up for. Why he is not doing that? Entire Amma Executive Council disbanded. அம்மாவை கலைச்சிட்டு எல்லாரும் ஓடி போயிட்டாங்க. அப்போ why? If it is a wrong accusation, you must fight and say no, that is wrong. ഇന്നലെ നമ്മുടെ ലാലേട്ടന്റെ പ്രസ് മീറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ നടി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഓൾറെഡി ലാലേട്ടന്റെ ആ ഒരു പ്രസ് മീറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ ഇവര് ചോദിക്കാനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർ ചോദിക്കുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി മിണ്ടുന്നില്ല എന്നുള്ളൊരു കാര്യം. ലാലേട്ടന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ സിദ്ദിഖിനെ തന്നെ എക്സാമ്പിൾ എടുക്കുക. ലാലേട്ടൻ പറയുകയാണ് സിദ്ദിഖ് വളരെ മോശപ്പെട്ട ഒരാളാണ്, അവൻ ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, അവൻ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ലാലേട്ടൻ പറയുന്നു. നാളെ ഈ തെളിവുകളൊക്കെ ഇപ്പൊ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കോടതിയിൽ വരുമ്പോഴത്തേക്ക് സിദ്ദിഖ് നിരപരാധിയാണ് എന്ന് വെക്കുക. അങ്ങനെയാണ് ഇവിടെ ഒരു ഉത്തരവ് വരുന്നത്, കോടതിയിൽ നിന്ന് വരുന്നതെങ്കിൽ ലാലേട്ടൻ ഈ പറയുന്നത് കള്ളത്തരമായി പോകത്തില്ലേ? ഇനിയിപ്പോ ലാലേട്ടൻ പറയുകയാണ് ഇല്ല അവൻ നിരപരാധിയാണ് എന്ന് പറയാന്ന് വിചാരിച്ചോ, ഇത് നാളെ കോടതിയിൽ സെയിം കേസിൽ തന്നെ കോടതിയിൽ നിന്ന് ഉത്തരവ് വരികയാണ് അവൻ കള്ളനാണ്, അവൻ ജയിലിൽ പോട്ടെ എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ലാലേട്ടൻ കള്ളനായി മാറുകയല്ലേ? പുള്ളി അത്ര ആലോചിച്ചിട്ടുള്ളായിരിക്കൂ. എന്തിനാണ് ഞാൻ ആവശ്യമില്ലാതെ ഇതിനകത്തൊരു ഉത്തരം പറയാൻ പോകുന്നത്? ലാലേട്ടന്റെ സൈഡിൽ നിന്ന് എനിക്കതാണ് മനസ്സിലായത്. എന്തിനാണ് ഞാൻ അനാവശ്യമായിട്ട് ഒരു ഉത്തരം കൊടുക്കാൻ പോകുന്നത്? ഇപ്പം രാജുവേട്ടനാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ലാസ്റ്റത്തെ പുള്ളിയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള, അതായത് എന്താണ്, ഈ പവർ ഗ്രൂപ്പ് പോലുള്ള കാര്യങ്ങളിൽ പുള്ളിക്ക് സംശയമുണ്ട്, അത് പോലീസുകാർ അന്വേഷിക്കട്ടെ, ബാക്കിയെല്ലാം ഈ കേസ് അലിഗേഷൻസ് ആരുടെയൊക്കെ പേരിലാണോ വന്നിരിക്കുന്നത് കോടതി അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്നിട്ട് അവർക്കൊരു ശിക്ഷ കിട്ടട്ടെ എന്നാണ് രാജുവേട്ടനും പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ, ഈ സെയിം സാധനം തന്നെ എന്തിനാണോ ഒന്ന് ലാലേട്ടനും പറയണമെന്ന് നമ്മളിങ്ങനെ നമുക്കിത്ര അങ്ങോട്ട് ത്വര
നമ്മൾ എന്തിനാണ് ലാലേട്ടന്റെ വായിൽ നിന്ന് ലാലേട്ടനും രാജുവേട്ടൻ പറഞ്ഞ സെയിം തന്നെ പറയണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത്? പുള്ളി ഇന്നലത്തെ ആ പ്രസ് മീറ്റിൽ ഒരിടത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് കോടതിയിലാണ്, തെളിയട്ടെ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലാതെ കൂടുതലായിട്ട് എന്ത് പറയാനാണ് ഈ വിഷയത്തിൽ? ഒഴിഞ്ഞു മാറി. ഇപ്പൊ മമ്മൂക്ക ആണെങ്കിലും ഞാൻ ഇന്ന് കണ്ടു, മമ്മൂക്ക പറഞ്ഞെന്നും പറഞ്ഞ് കുറച്ച് പോസ്റ്റേഴ്സ് ഇറങ്ങുന്നുണ്ട്. മമ്മൂക്ക ഫേസ്ബുക്കിൽ ഒരു റൈറ്റിംഗ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മമ്മൂക്ക പറയുന്നത് ഇത്രേ ഉള്ളൂ. മമ്മൂക്കയ്ക്ക് അറിയില്ല, ഈ പവർ ഗ്രൂപ്പ് പരിപാടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവര് പറയുന്നത് അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. അവർ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവർ അഭിനയിക്കുന്നിടത്ത് ഒരു സെറ്റിലെ മൊത്തവും കാര്യങ്ങൾ ഇവർ നോക്കുന്നുണ്ടോ? കാണില്ല. ഇവർ അറ്റ് എ ടൈമിൽ തന്നെ ചിലപ്പോൾ 2-3 സിനിമകളൊക്കെ ചെയ്തിരുന്ന കാലങ്ങളുണ്ട്. ആ ഒരു സമയത്ത് ഇവർ കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി കാണത്തില്ല. ഇവർ അഭിനയിക്കും, ഇവർ പോകും. അത്രയും ചിലപ്പോൾ അവർക്ക് അറിയത്തുള്ളായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണലി അവർക്ക് അറിയാമായിരിക്കും എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ തന്നെ. അവരായിട്ട് അത് എന്തിനു പറഞ്ഞത് പിന്നെ അവരുടെ നേരെ എല്ലാവരും തിരിയും. അത് ആലോചിച്ചിട്ടായിരിക്കും അവർ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. മമ്മൂക്കയോടാണെങ്കിലും ശരി, ലാലേട്ടനോടാണെങ്കിലും ശരി, നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ ഒളിച്ചോടി പോവുകയാണല്ലോ. നമ്മൾ എന്ത് കണ്ടിട്ട് അവരോട് ഇത് പറയുന്നത്? അവരൊരിക്കലും പബ്ലിക് സെർവൻസ് അല്ല, മനസ്സിലായില്ലേ? അവർക്കിപ്പം നമ്മൾ പോയി സിനിമ കണ്ടില്ലെങ്കിൽ അവരുടെ സിനിമകൾ തിയേറ്ററിൽ വരാതിരിക്കുമോ? നല്ല സിനിമയാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പോയി കാണും, മനസ്സിലായില്ലേ? അതിനകത്ത് മമ്മൂട്ടി മോഹൻലാൽ എന്നൊന്നും ഇല്ല. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നല്ല സിനിമകളാണോ നമ്മൾ പോയി കാണും. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നമ്മളെ അവര് പറയും ജനങ്ങൾ കാരണമാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതെ, ഓഫ് കോഴ്സ് ആണ്. നമ്മൾ പോയി തിയേറ്ററിൽ പോയി കണ്ടോണ്ടാണ് അവരൊക്കെ മുന്നിലേക്ക് വന്നത്. പക്ഷെ നമ്മളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിനകത്തൊന്നും അല്ല അവർ ജീവിക്കുന്നത്, മനസ്സിലായില്ലേ? സോ ഒരിക്കലും അവരൊരു പബ്ലിക് സെർവൻസ് അല്ല. പബ്ലിക്കിന് ഉത്തരം തന്നേ പറ്റൂ എന്നൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല അവര്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് നമുക്ക് പല കാര്യത്തിലും ഉത്തരം തരേണ്ടത്. പല പ്രശ്നങ്ങൾ വരുമ്പം അവര് തന്നെ പല പ്രശ്നങ്ങളും വരുമ്പോൾ ഇട്ടിട്ട് ഓടിക്കളയുന്നുണ്ട്. പിന്നെ ഇവരുടെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഒരിക്കലും ഇവരെ ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയില്ല. അവർ മിണ്ടാതിരിക്കുന്നതാണ് ചിലപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് നല്ലത്. എന്തിനാണ് ആവശ്യമില്ലാത്തതിനകത്ത് തലയിടുന്നത്? അവർക്ക് ഇപ്പൊ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞാണെങ്കിൽ ലാലേട്ടന്റെ ബറോസ് സിനിമയുടെ പുറകെയാണ് പുള്ളിയുടെ ഫാമിലിയുടെ കാര്യങ്ങൾ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവരത് ചെയ്യട്ടെ. ഇവിടെ കോടതി ഉണ്ടല്ലോ, ഇവിടെ പോലീസ് ഉണ്ടല്ലോ. ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഒന്ന് ഉത്തരം തരണ്ടേ? ലാലേട്ടനും മമ്മൂക്കയും മാത്രമാണോ ഇവിടെ ഉത്തരം തരേണ്ടത്? ഇവിടുത്തെ കോടതി, പോലീസ്, ഇവരൊക്കെ നമുക്ക് ഉത്തരം തരട്ടെ. അന്വേഷണം നടക്കട്ടെ. തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ വേണം. അല്ലാതെ നമുക്കിപ്പോ ലാലേട്ടന്റെ വായിൽ നിന്ന്, ഇപ്പൊ മമ്മൂക്കയുടെ വായിൽ നിന്ന് കേട്ടേ പറ്റൂ, നമുക്കിതാണ് വേണ്ടത്, നിങ്ങൾ കൂടെ ഉള്ളവരെ തള്ളി പറയണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചില ആളുകൾക്ക്, ചില നടിമാർക്ക് അതായിരിക്കും ആവശ്യം. പക്ഷെ അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചിട്ട് സ്ത്രീകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പൊ ഈ ഒരു ആക്ട്രസ് വന്ന് പറയുന്നതാണെങ്കിലും അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അവർക്ക് അറിയണം. അതായത് അവരുടെ കൂടെ ലാലേട്ടൻ നിൽക്കുമോ ഇല്ലയോ. ലാലേട്ടൻ ആരുടെയും കൂടെ സത്യം പറഞ്ഞ് ഇവിടെ നിൽക്കുന്നില്ല. കാരണം പുള്ളിക്ക് അറിയില്ല ഇത് ഫേക്ക് അലിഗേഷൻ ആണോ ശരിക്കുള്ള അലിഗേഷൻ ആണോ, അവന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതൊന്നും അറിയാതെ ചുമ്മാ പോയി ഇന്നൊരു കാര്യം പറഞ്ഞിട്ട് നാളെ ആ പുള്ളിയെ നമ്മൾ തന്നെ കുറ്റം പറയും. ഉറപ്പല്ലേ? നമ്മൾ പറയും. അതിനൊന്നും തല വെക്കാതെ പുള്ളി മാറി നിൽക്കുന്നെങ്കിൽ അത് പുള്ളി സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ തല വെച്ചിട്ട് ഓരോ പണി മേടിക്കുന്നത്? നമ്മൾ തന്നെ നാളെ തിരിഞ്ഞു കൊത്തും. അത് വെച്ചിട്ട് പുള്ളി മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ചാർമിളയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ചു തരാം. അത് ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടനെ പറ്റി നമ്മുടെ ചാർമിള പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അതിനുശേഷം ചാർമിള ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഹലോ, ഇൻഡസ്ട്രിയില് എല്ലാരും ഇപ്പൊ ചോദിക്കുന്നതാണ് വാട്ട് ഹാപ്പൻ ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി, വൈ ഇൻഡസ്ട്രി ഇസ് ലൈക്ക് ദിസ്. And they're talking about Mohanlal. Please tell about Mohanlal. That is taught. Okay, very clearly. Mohanlal womanizer ആണ്, അതാണ് ഇതാണ് പറഞ്ഞ ഫുള്ള് പാറ. 2 ഫിലിംസ് ഞാൻ മോഹൻലാലോട് അഭിനയിച്ചു. ഓക്കെ, സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഓപ്പണായിട്ട് പറയാൻ ഞാൻ റെഡിയാ. He was just like my person, adopted father polata or a brother polata. Very cozy person Mohanlal was. He didn't do anything with me. He given a movie, but everybody is saying shit about Mohanlal, which I don't like. Mohanlal sir ne kurichu ulla oru moshi aayittulla mone chamla kekkan talpariya illa. He was always a brother or adopted father to Chamla. He gave 2 movies to me. It was his recommendation. His father-in-law was Balaji, my father's friend. It was always very morning 5-star chocolate. ചാർമിള ലാലേട്ടനെ പറ്റി 7 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമായത് മനസ്സിലായില്ലേ? 7 വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊരു ചാനൽ കിടപ്പുണ്ട്, അവിടെ നിന്നാണ് ഞാൻ പോയി ഈ സാധനം എടുത്തത്. നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? എല്ലാവരും ലാലേട്ടൻ എന്തോ കൂടെ ഉള്ളത് കൊണ്ടാണ് ലാലേട്ടൻ കൂടുതലൊന്നും മിണ്ടാത്തത് എന്നൊക്കെ കുറെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല.
എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വെറുതെ പറയാം, എന്ന് വെച്ച് ഞാൻ ടോട്ടലി പറയത്തില്ല ലാലേട്ടൻ വലിയ മാന്യനാണെന്ന് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം നമുക്ക് അറിയില്ല, അറിയാത്ത കാര്യത്തിൽ എന്തിനു അഭിപ്രായം പറയുന്നു. ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ കാണുന്ന കുറെ കാര്യത്തിനെ വെച്ചിട്ട് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത്, അല്ലാതെ അതാണ് മൊത്തത്തിൽ ശരിയെന്ന് ഒരിക്കലും നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. ലാലേട്ടൻ ഇപ്പൊ ചെയ്തിരിക്കുന്നത് അതാ. ലാലേട്ടന്റെ അഭിപ്രായം പറഞ്ഞ് ലാലേട്ടൻ പോയി, കോടതി തീരുമാനിക്കട്ടെ, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് അവൻ ചെറ്റയാണ്, അവൻ നല്ലവനാണ് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ചാർമിളയുടെ ഇഷ്യൂയിലേക്ക് വരുമ്പോൾ, ചാർമിള ഇപ്പൊ ലാലേട്ടനെ പറ്റി പറയുന്നത് കേട്ടു. ഇനി ചാർമിളയുടെ ഇഷ്യൂ, ഇപ്പം നടക്കുന്ന ചാർമിള വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചാർമിള കുറച്ചധികം അലിഗേഷൻസ് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. The thing is, Hema committee, I welcome it. Okay. Because അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിറയെ നടിമാർ ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുക. എനിക്കും നേരത്തെ കുറെ പേരും ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് ദേ ഹാവ് ടു ക്രോസ് ചെക്ക് വെദർ ദ കംപ്ലൈന്റ് ഇസ് ട്രൂ. കാരണം ഇവർ ഇങ്ങനെ കുറച്ച് പേരെ കുറിച്ച് പറഞ്ഞു, അതിനെ കുറച്ച് പേരോട് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സിദ്ദിഖ് സർ, ഇടവേള ബാബു സർ, മോഹൻലാലോട് 2 മൂവി ഞാൻ ചെയ്തു. ഓക്കെ, സോ റിയാസ് ഖാനോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അവരോടൊപ്പം ഒന്നും തോന്നിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വി ആർ ജസ്റ്റ് ലൈക്ക് ഹൈ ഹലോ. ആൻഡ് മോഹൻലാൽ സർ ഇനി കൂടുതൽ ഫ്രണ്ട്ലിയാണ്. ഞാൻ ചെറിയ കൊച്ചായിരുന്നു, പക്ഷെ എനിക്കറിഞ്ഞിട്ട് ഈ കുറെ ലോ ബഡ്ജറ്റ് പ്രൊഡ്യൂസേഴ്സ്, ഈ ദുബായിൽ നിന്ന് വന്ന ആൾമാര്, ഈ പുതിയതായിട്ട് വന്ന ഈ മാരാണ് നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് സത്യത്തിൽ. പക്ഷെ ആ സമയത്ത് വി ഡിഡ്ന്റ് ഹാവ് ഹേമ കമ്മിറ്റി. Okay. If they did have a Hema committee, and at that time I also would have complained to the Hema committee. ഓക്കെ, ചാർമിള ഇനി പറയുന്ന കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പോകണം. അതായത് ചാർമിള പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, സിദ്ദിഖിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സിദ്ദിഖിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എന്ന് വെച്ച് അവർ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പം ചാർമിള അവിടെ പറയുന്നില്ല. ചാർമിളയ്ക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. ലാലേട്ടനും ഇതേ കണക്ക് ഇന്നലെ അവിടെ പറയുകയായിരുന്നു, എനിക്ക് സിദ്ദിഖിനെ അറിയാം, സിദ്ദിഖിന്റെ ഞാൻ അങ്ങനെ മോശം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങൾ ലാലേട്ടനെ ഇവിടെ കുറ്റക്കാരനാക്കും. സിദ്ദിഖ് അങ്ങനെയാണ്, ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തു എന്ന് പറയും. ഇതിപ്പോ ചാർമിള പറഞ്ഞുകൊണ്ട് ആരും ഒന്നും പറയാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ലാലേട്ടൻ അത് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പണി കിട്ടിയാലേ. ലാലേട്ടൻ ഇപ്പൊ വന്നിട്ട് പറയാണ് എനിക്ക് അയാളിൽ നിന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ അങ്ങനൊന്നും കണ്ടിട്ടില്ല അവരാരും ഇത് ചെയ്യുന്നത് എന്ന് ജസ്റ്റ്. പക്ഷെ അവർ തെറ്റുകാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, ഇങ്ങനെ ചിലപ്പോൾ ലാലേട്ടൻ പറഞ്ഞു വെക്കത്തുള്ളായിരിക്കും. പക്ഷെ അത് പറഞ്ഞാൽ പോലും ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ പറയും ലാലേട്ടൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയും. അങ്ങനെ പറയാതിരിക്കാൻ ഏറ്റവും നല്ലത് ലാലേട്ടൻ ഇന്നലെ ചെയ്ത പരിപാടിയാ, കൂടുതലൊന്നും മിണ്ടാതിരിക്കുക. മനസ്സിലായില്ലേ? ചാർമിള ഇതിപ്പോ പറഞ്ഞ ലൈക്ക് ചാർമിളയുടെ അനുഭവം പറഞ്ഞു. ഇതിൽ ഒരിക്കലും ചാർമിള ഇവിടെ ആരും ഏറെ കയറ്റാൻ വരത്തില്ല, ഉറപ്പായിട്ടും വരത്തില്ല. നിങ്ങൾ കണ്ടു ചാർമിളയെ വേറെ ഒരു ഭർത്താവ് വേറെ ഒരു രീതിയിലും ചിലപ്പോൾ പറയത്തില്ല. ചാർമിളക്ക് ഉണ്ടായിട്ടില്ല, ചാർമിള ഇത് പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ സിദ്ദിഖിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യല്ല, ഇതിനകത്ത് കുറച്ചും ബോധമുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഒരാളെ കുറ്റം പറയുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ചാർമിളക്ക് ഉണ്ടായ അനുഭവത്തെ പറ്റി കേൾക്കാം. അർജുനൻ ഫിലിം അഞ്ചു മക്കളും എനിക്ക് അതാണ് സംഭവിച്ചത്. പ്രൊഡക്ഷൻ മാനേജറും പ്രൊഡ്യൂസേഴ്സും കൂടിയിട്ട് എന്നെ ആക്ച്വലി റേപ്പ് ചെയ്യാൻ നോക്കി പൊള്ളാച്ചിയില്. മറ്റേ മോഹം മനസ്സിലുള്ളിൽ ആ സോങ് ഒക്കെ നമ്മൾ എടുത്തത് പൊള്ളാച്ചിയിലായിരുന്നു. ആ സോങ് കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെടുന്ന ദിവസം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ മാനേജർ പേര് ഷൺമുഖമണ്ണൻ, പക്ഷെ പുള്ളി ഇപ്പൊ മരണപ്പെട്ടു പോയി. പിന്നെ ആ പ്രൊഡ്യൂസറും അവർ ആൾമാർ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് പുറപ്പെടുമ്പോൾ നമ്മൾ ഡീസെന്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകുമല്ലോ, ഓക്കെ സാർ പുറപ്പെട്ടു എന്ന് പറയാൻ പോകില്ലേ. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റൻസ് 2 പേരും കൂടിയിട്ട് അവരുടെ മുറിയിലേക്ക് ചെന്നു. അപ്പൊ അവരും ഒരു സുഹൃത്തുക്കളും ഫുള്ള് വെള്ളം അടിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെയായിരുന്നു അതിന്റെ മേഖല. പിന്നെ എന്നെ ലേഡി അസിസ്റ്റന്റിനെ സാരി ഊരാൻ നോക്കി, എന്റെ മെയിൽ അസിസ്റ്റന്റ് അടിച്ചു, എന്റെ പുറകെ വന്നു. ഞാൻ പുറത്തെ ഓടിപ്പോയിട്ട് പിരിച്ച് കുറച്ച് ആട്ടോക്കാരൊക്കെ കൊണ്ടുവന്നിട്ട്, പിന്നെ മറ്റേ റിസപ്ഷനിസ്റ്റും അവർക്ക് സപ്പോർട്ട്, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് അവർ കയ്യിലെ പിടിച്ചു. അവരും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അപ്പൊ പിന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാല് എന്റെ അച്ഛന് മറ്റേ കലനീരുടെ ഫ്രണ്ടാണ് ചീഫ് മിനിസ്റ്റർ. അപ്പൊ അവരെ അച്ഛനും വിളിച്ചു, വിളിച്ചിട്ട് മോൾക്ക് ഇങ്ങനെ സംഭവിച്ചു. ഇവിടെയുള്ള പോലീസുകാരുടെ വന്നു അവരെ അകത്താക്കി. പക്ഷെ തെറ്റൊരു കാര്യമായിട്ട് ഞാൻ മാറി അവിടെ. ഇത് എനിക്ക് കുറെ മലയാള മൂവീസ് നഷ്ടപ്പെട്ടത് കാരണം കുറെ പേര് എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ കുറവായത് എന്റെ പേയ്മെന്റും മൂവീസും ആയ ബിക്കോസ് ഓഫ് ദിസ് അഡ്ജസ്റ്റ്മെന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാർമിള ഇത് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഒരു സിനിമാ കഥ കേട്ടതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത്. പക്ഷെ ഒരിക്കലും അവർ പറഞ്ഞത് തെറ്റാണെന്നല്ല അല്ലെങ്കിൽ കള്ളമാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു സിനിമാ കഥ കേട്ട കണക്ക് ഫീൽ ചെയ്തു. കാരണം പ്രൊഡ്യൂസറും ഒരു സിനിമയുടെ സിനിമ അഭിനയിക്കാൻ വരുന്നു, അഭിനയിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ പ്രൊഡ്യൂസറും കൂട്ടുകാരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു, അവിടത്തേക്ക് ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക്
പോകുകയാണ് എന്ന് പറയാൻ വരുന്ന നായികയെ കയറി റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, സാരിയൊക്കെ വലിച്ചു ചൂടാൻ ശ്രമിക്കുന്നു. ലൈക്ക് അവരെന്നിട്ട് പുറത്തു പോകുന്നു, ഓട്ടോക്കാരെ വിളിച്ചുകൊണ്ട് വരുന്നു, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് എല്ലാവരും ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കാര്യമൊന്നുമല്ല ഇതൊരു വലിയൊരു അലിഗേഷൻ തന്നെ. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ അടുത്തുള്ള ദിവസങ്ങളിൽ കേട്ടോണ്ടിരിക്കുന്ന അലിഗേഷൻസിലെ പല അലിഗേഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അലിഗേഷൻ തന്നെയാണ് ഇതും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതും അത്രയും പേരൊന്നിച്ച് ഒരു ആക്ട്രസിന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ തല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇത് ആരാണോ ചെയ്തത്, ഇതിനൊക്കെ തെളിവ് ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഇതിന്റെയൊക്കെ തെളിവ് ശേഖരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തെളിവ് കിട്ടി പോലീസുകാർക്ക് ഇവന്മാരെ ശിക്ഷിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു ഹേമ കമ്മിറ്റി ഇഷ്യൂവിൽ ഇപ്പൊ നടക്കുന്ന എല്ലാ കേസിലാണെങ്കിലും ശരി, എൻ്റെ ഒരു സംശയം അതാണ്. ഈ തെളിവുകൾ ശേഖരിക്കാൻ പോകുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള എവിഡൻസുകളാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടുമോ? ഇതിന്റെ പേരിൽ ഇവന്മാർ ഈ ആരൊക്കെയാണോ ഇതിനകത്ത് തെറ്റുകാരായിട്ട് മുന്നോട്ട് വരുന്നത്, അവന്മാർക്കെതിരെ എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള, ഈ വരുന്ന എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ള ശിക്ഷ ഇവിടെ കിട്ടുമോ എന്നുള്ളൊരു സംശയം എനിക്ക് എന്തായാലും ഉണ്ട്. ബാക്കി അതുകൊണ്ടാണ് നമ്മളിപ്പോ ലോ ബഡ്ജറ്റ് ഫിലിംസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. കൂടുതൽ തമിഴ്, തെലുഗു, മലയാളം, കന്നഡം 4 ലാംഗ്വേജിൽ ഞാൻ അഭിനയിച്ചു. ഇത് കൂടുതലുള്ളത് മലയാളത്തിൽ മാത്രമാണ് ഞാൻ കണ്ടത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ന്യൂ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് കമ്മിങ് ഫ്രം ദുബായ്. ഇവർ സിനിമ പിടിക്കാൻ വരുന്നത് തന്നെ പെൺപിള്ളേരെ വളയ്ക്കാണ്. ഇത് സ്റ്റോപ്പ് ആവണം. ഇതിനെ ഹേമ കമ്മിറ്റി ചെയ്യുന്നത് നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മറ്റു കഴിഞ്ഞാൽ മറ്റേ പൂരത്തിലെ വിഷ്ണു ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ചു. അപ്പൊ ഞാൻ ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ഫാമിലി ഫ്രണ്ടാണ്. അപ്പോ മറ്റേ ഹരിഹരൻ സാർ പരിണയം എന്നൊരു ചിത്രം എടുക്കാൻ പോവാ, ചാർമിള വന്ന് സാറിനെ പരിചയപ്പെടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ നേരിട്ട് പോയിട്ട് സാറിനെ പരിചയപ്പെട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ ഇവര് മറ്റേ വിഷ്ണു ചേട്ടനോട് ഇവർ ചോദിച്ചതാണ് ചാർമിള അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമോ. പിന്നെ ചേട്ടൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ വരില്ലാന്ന് പറഞ്ഞു. സോ അപ്പൊ ഇത് കൊണ്ട് എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു. സോ ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ഹരിഹരൻ സാറും ഇവിടെ പെടുകയാണ്. പുള്ളിക്കെതിരായിട്ടുള്ള ഒരു അലിഗേഷനും കൂടെയാണ് ഇപ്പൊ ചാർമിള പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ അലിഗേഷൻ വെറും ഒരു അലിഗേഷനായിട്ട് പോകരുത്, ഇതൊരു കേസായിട്ട് അവർ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ആ വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇവരുടെ ഒരു സുഹൃത്തും കൂടെ ആയിട്ടുള്ള വിഷ്ണു പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളോടാണ് ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അയാൾ ഇപ്പോൾ പറയുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട്, അയാൾ ഇവരെ ചാർമിളയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു അലിഗേഷനൊക്കെയാണ്, വലിയ രീതിയിലുള്ള ഒരു അലിഗേഷനാണ് വന്നിരിക്കുന്നത്, വിത്ത് പ്രൂഫാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ, കാരണം ഒരാൾ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. സോ അതൊരു കേസായിട്ട് തന്നെ പോട്ടെ, അകത്ത് പോട്ടെ. ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് പോട്ടെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അത് ആരാണെങ്കിലും, എത്ര വലിയൊരു നടനാണെങ്കിലും എത്ര വലിയൊരു ഡയറക്ടർ ആണെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് പോണം. പക്ഷെ അത് ഇവിടെ പ്രൂവ് ആവാൻ പറ്റണം, പ്രൂവ് ചെയ്യണം. നമ്മുടെ ഇപ്പം ഫേക്ക് അലിഗേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. സോ വരുന്നതെല്ലാം ജെന്യുവിൻ ആണോ എന്നിവിടെ കോടതി എന്താണെങ്കിലും ഇനി ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിൽ വാല്യൂ ചെയ്യും. അപ്പൊ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തൊക്കെ ചെറ്റത്തരം കാണിച്ചവന്മാർ അകത്ത് പോട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ ചുമ്മാ എല്ലാവരെയും കയറി അങ്ങ് ക്രൂശിക്കാൻ പോകരുത്. ഇന്നിപ്പോ ജയസൂര്യയുടെ ഒരു പോസ്റ്ററൊക്കെ ഞാൻ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. ജയസൂര്യ പറയുന്നത്, അതായത് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റൈറ്റിംഗ് പുള്ളി ഫേസ്ബുക്കിൽ ഇട്ടെന്ന് തോന്നുന്നു. ഞാൻ ഇൻസ്റ്റയിലാണ് കണ്ടത്, സ്റ്റോറിയൊക്കെ ആയിട്ടും പുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് അറിയില്ല എന്തോരം പുള്ളിയുടെ കാര്യത്തിലൊക്കെ എന്തോരം ജെനുവിനിറ്റി ഉണ്ടെന്ന് അറിയില്ല. കാരണം കിംവദന്തികൾ പലതും നമ്മൾ കേൾക്കാറുണ്ട്. ഞാനൊക്കെ പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിനകത്ത് അതൊക്കെ കേൾക്കുന്നതുകൊണ്ടാണ് എനിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഇന്ന ആള് തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനല്ല എന്ന് നമുക്കും പറയാൻ പറ്റില്ല. കാരണം കിംവദന്തികളാണ് കേൾക്കുന്നത്, ഒന്നും പ്രൂഫ് വെച്ചിട്ടുള്ളതൊന്നും അല്ല. ഞാനൊക്കെ അങ്ങനെ കേട്ട് വന്നിരിക്കുന്നത് വെച്ച് ഞാൻ ഒരിക്കലും എനിക്ക് ആരെയും ഈ ഒരു വിഷയത്തിൽ പെട്ട് നിൽക്കുന്ന ഒരാളെയും സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും നമ്മൾ നിൽക്കില്ല. പക്ഷെ നമ്മുടെ പേഴ്സ്പെക്റ്റീവുകൾ നമ്മൾ പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം ചാർമിളയുടെ കേസാണെങ്കിലും ശരി, എല്ലാവരും മുഖവിലക്കെടുക്കണം. ചാർമിളയുടെ ഈ ഒരു കേസിൽ പക്ഷെ ഹരിഹരൻ ഒരിക്കലും ചാർമിളയോട് നേരിട്ടൊരു മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അത് അവരും പറയുന്നുണ്ട്. വിഷ്ണു എന്ന് പറയുന്ന ആള് വഴിയാണ് ഇങ്ങനൊന്ന് കാര്യം കേട്ടത്. അത് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഇത് കിംവദന്തികളാണ്, പണ്ട് മുതൽക്കേ ഉള്ള ഒരു സാധനമാണ്. പുള്ളിയുടെ ആ ഒരു തനി നിറം, ഒരു മനുഷ്യന്റെ തനി നിറം പുള്ളി കാണിച്ചു. പക്ഷെ ഒരു വൃത്തികെട്ടവനായിട്ട് നേരെ അവരെ കയറി ബലാത്കാരമായിട്ടൊന്നും പിടിക്കാനോ അല്ലെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കാനോ അങ്ങനെയൊന്നും ചെയ്തില്ല. നേരെ മറിച്ച് മറ്റേ പുറകിൽ കൂടെ ഒന്ന് റൂട്ട് ചെയ്ത് നോക്കി, അഥവാ കിട്ടിയാലോ ആ ഒരു മൂഡില്. അപ്പൊ ഇങ്ങനെയുള്ള മൈൻഡുള്ള കുറെ ആളുകളുണ്ട് സിനിമയിൽ വരുന്ന സ്ത്രീകളായതുകൊണ്ട് തന്നെ. നേരിട്ട് ഞാൻ ചോദിച്ചില്ലെങ്കിലും പുറകിലെ ആൾക്കാർ വഴി ഞാൻ ചോദിപ്പിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും നടന്നാലോ എന്നുള്ള മൂടുള്ള ഒരുപാട് പേര് കാണും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു മനോഭാവമാണ് സിനിമയിലുള്ള ഇനിയും വരാൻ പോകുന്ന ആളുകളാണെങ്കിലും ശരി, അവരിങ്ങനെ പ്രതീക്ഷിച്ച് വരരുത്. അവർ നേരിട്ട് ചോദിച്ചില്ലെങ്കിലും പുറകിൽ ഒരാൾ വഴി ഇത് തിരക്കരുത്.
അത് വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാതെയാകാൻ. അതിന് പറ്റുമോ? അതിവിടെ ഇല്ലാതാവുമോ? എനിക്കറിയില്ല. ഇപ്പൊ കോടതി ഒരു തീരുമാനം എടുത്താലും സിനിമ ഇൻഡസ്ട്രിയിൽ എന്താണ് ഇങ്ങനെ ഒരു അന്വേഷണം, ഇപ്പൊ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയാലും ഒക്കെ ഈ ഒരു പരിപാടി നിൽക്കുമോ എനിക്കറിയില്ല. കാരണം ഇതിനായിട്ട് വില്ലിങ് ആയിട്ട് വരുന്ന സ്ത്രീകൾ കാണുമല്ലോ. അതായത് എനിക്ക് ചാൻസ് കിട്ടിയാൽ മതി. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ 1-2 കോൺട്രവേഴ്സികൾ നമ്മൾ കേട്ടു. ചില അമ്മമാരും മക്കളെയും കൊണ്ട് വന്നിട്ട് അമ്മയും മകളും എന്തിനും റെഡിയാണ്, ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഇവരൊക്കെ ഉള്ളിടത്തോളം കാലം ഈ ഒരു സാധനം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതെയാകുമോ? അല്ലെങ്കിൽ വേറെ ഏതൊരു ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നുണ്ടെങ്കിലും അത് ഇല്ലാതെയാകുമോ? എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളോടാണ്. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഇനി ജനങ്ങളെ അത് അറിയിക്കൂ. ഞങ്ങളും കൂടെ നിങ്ങൾ വഴിയാണ് കൂടുതൽ വാർത്തകൾ അറിയുന്നത്. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ റിയാക്ട് ചെയ്തോളാം. ഈ ഒരു സീരും പിടിച്ച് നിൽക്കല്ലേ. എന്തിനാണിത്? ഇപ്പം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞ കണക്ക് മാധ്യമങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും ഈ പരിപാടി നടക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് അത്രയ്ക്ക് ഈ ഒരു സാധനം മാത്രമാണ് എടുക്കണമെങ്കിൽ വേറെ ഇൻഡസ്ട്രികളിൽ നടക്കുന്നുണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ. ഇതിപ്പോ ഇവര് ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്, ഇവർ സ്റ്റാർസ് ആണ്, അതുകൊണ്ട് അവരുടെ മാത്രം പുറകെ പോയി കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നുള്ളൊരു വൃത്തികെട്ട. എത്ര കാലമായി റീച്ചിന് വേണ്ടി മാത്രം ഇവിടുത്തെ മാധ്യമങ്ങൾ കിടന്ന് ഓടുന്നു. അത് വിട്. സാധാരണക്കാരൻ ഇതൊന്നും അല്ല അറിയേണ്ടത്, ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതിന്റെയൊക്കെ പുറകെ പോയി ജനങ്ങളെ അതറിയിക്കുക. നമ്മളും അതൊക്കെ റിയാക്ട് ചെയ്യട്ടെ, ആളുകളിലേക്ക് എത്തട്ടെ. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.